भीगी भीगी सड़कों पे मैं तेरा इंतजार करूं, धीरे धीरे दिल जो दिल को भर रही है वो तेरी शायरी है या कोई शायरा. മിസ്സേ, അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ പുതിയ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് എപ്പിസോഡ് 11 ആണ്. അപ്പം ഞാൻ ഇന്നലെ ഓൾറെഡി അറിയിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ഡേറ്റ് ആയതുകൊണ്ട്, അതായത് തുടങ്ങാത്തതുകൊണ്ട് എന്നാലും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിനെല്ലാത്തിനും സോറിയാണ് മിസ്സേ. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനിയുള്ളത് ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ലിങ്ക്ത്തിൻ്റെ കാര്യം അറിയാമല്ലോ മിസ്സേ, അത് മാത്രം ഒന്ന് ക്ഷമിച്ചേക്കണം. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ശരിയായിക്കോളാം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടത് അശ്വിനി പ്രിയയ്ക്ക് എന്നെ പറ്റിയെന്ന് ചോദിച്ചതാണ്. അതെന്നതാണെന്നുള്ളത് നമുക്ക് ഈ എപ്പിസോഡിൽ കാണാം. ഒരുപാട് പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നീ പറ. അത് പിന്നെ ആവശ്യമില്ലാതെ ഓരോന്നും ചെറിയ ചെറിയ കാര്യത്തിനാണ് ഉണ്ടായിരിക്കുന്നത്. ബെസ്റ്റ് ഫ്രണ്ട്സ് ആകുമ്പോൾ അടിയല്ലേ ഉണ്ടാക്കുന്നത് കൂടുതലും, അല്ല സ്നേഹവും കൊഞ്ചിക്കൊഴയിലും ആയിരിക്കും. ഇല്ലല്ലോ, അത് മനസ്സിലാക്കാൻ ചെറിയ കാര്യത്തിന് പിണങ്ങിയിരിക്കുക. ഞാനത് ആദ്യമേ പറഞ്ഞു, ഇമ്മാതിരി ചെറിയ കാര്യത്തിനൊക്കെ അടി ഉണ്ടാക്കി നിർത്താനായി വേണ്ടാന്ന്. എന്തു അടിയോ വേണം, ഇത്ര ചെറിയ കാര്യത്തിനാണോ വെറുതെ. ശരി, അത് പോട്ടെ, നീ ചെന്ന് സംസാരിക്കും. പിന്നെ എനിക്കിങ്ങ് വയ്യ, അവനല്ലേ വെറുതെ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കി മിണ്ടാതിരിക്കണം. അവൻ തന്നെ വന്ന് മിണ്ടട്ടല്ല, ഞാനാണ് ഇതെല്ലാം ചെയ്തത്. ശരി, അവൻ വന്ന് മിണ്ടട്ടെ. എടാ ഋഷി, നിനക്ക് എന്തോ ഇതാ തന്നേക്കുന്നത്, എന്താന്ന് നോക്കിയാ. ഇതെന്തോന്ന്, ബിറ്റ് പേപ്പറാ? എടാ ഋഷി, ഇത് എന്തുവാടാ ഒരുമാതിരി ക്രിഞ്ച് കണക്ക്. എന്നെ ഈ പേരിലൊന്നും വിളിക്കില്ല, എനിക്കത് തീരെ ഇഷ്ടമല്ല. അത് പിന്നെ സോറിടാ, ഇനി ഇങ്ങനെ ഉണ്ടാവൂല. ശരി ശരി, ഇപ്പോഴത്തേക്ക് ക്ഷമിക്കണം. ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. എനിക്ക് ഇമാതിരിയുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ട, അതുകൊണ്ടാണ് പറയുന്നത് ഇത് ലാസ്റ്റ് ചാൻസാണ്. ഇനി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അങ്ങ് നിർത്തിക്കോ, അതാണ് എനിക്ക് നല്ലത്. അല്ല ഇതും കൂടെ ആലോചിച്ച് ഇനി എന്നെക്കൊണ്ട് വിഷമിക്കാൻ വയ്യ വെറുതെ. എന്നാലും ഒരു ദിവസം പോയി കിട്ടി. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിർത്തിക്കോ. ഫ്രണ്ട്സായിട്ടിരിക്കാം, അതാകുമ്പോൾ നീ മിണ്ടായിരുന്നാലും എനിക്കൊരു പ്രശ്നമില്ല. അയ്യോ വേണ്ട വേണ്ട, ഇനി ഉറപ്പായിട്ടും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഇരിക്കാം. ശരി ശരി, അത് ലാസ്റ്റാണ്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എന്തായി, സോൾവ് ആയല്ലോ? ആടാ, അതൊക്കെ സോൾവ് ആയി. എടാ, നമ്മുടെ ക്ലാസ്സിൽ പുതിയ കുട്ടി വന്നില്ല. ഓ, അത് മറ്റേ കൃഷി പറഞ്ഞ വിൽസന്റെ കസിനല്ലേ, എന്തോ ദിയാന്നെന്തോ പേര് പറഞ്ഞ. ഓക്കെ. ഈ വിൽസൺ ആരാ? അത് 12th ആണോ? എന്തിനാവട്ടെ, ഞാൻ പോയി കമ്പനി ആവട്ടെ. കൂടുതൽ കമ്പനി ആവാൻ നിൽക്കണ്ട. അവളിനി ഇവിടുത്തെ എല്ലാം ചോർത്തി 12th അവനെ കൊണ്ടേ കൊടുക്കാനാണോ എന്ന് അറിഞ്ഞോണം. അങ്ങനെ ഒന്നുമില്ല, അതൊരു പാവം കൊച്ച്. ശരി, എന്തായാലും ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ വിൽസന്റെ കസിനാണോ എന്നുള്ളതിനും വന്ന് പറയാം. ശരി, എന്താണെന്ന് വെച്ചാൽ ശരി. ഹായ് ദിയ. ഹായ് ഡാ, എൻ്റെ പേരെന്നാ? എൻ്റെ പേര് പ്രിയ. ഹായ് പ്രിയ, നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു ടു. താൻ നേരത്തെ ഏത് സ്കൂളിലാണ് പഠിച്ചേ? ഞാൻ നേരത്തെ ദുബായിലായിരുന്നടാ, അവിടെ ഗേൾസ് സ്കൂളിലായിരുന്നു. ഓ ഓക്കെ. എടോ, താൻ നേരത്തെ ഈ സ്കൂളിൽ തന്നെ ആയിരുന്നു അതോ ഈ ഇയർ പുതിയതായിട്ട് വന്നതാണോ? ഞാനും ഈ ഇയർ പുതിയതായിട്ട് വന്നേ, സ്റ്റാർട്ടിങ് തൊട്ടേ ഉണ്ട്. നേരത്തെ വേറെ സ്കൂളിലായിരുന്നു. ഓ ഓക്കേടാ. എടാ, താനേ ഇവിടുത്തെ മറ്റേ വിൽസന്റെ കസിനാണോ? ഞാനങ്ങനെ അറിഞ്ഞ നിങ്ങളുടെ ക്ലാസ്സിലൊരു കുട്ടി പറഞ്ഞായിരുന്നു. വിൽസൻ്റെയോ? അല്ലടാ, ഞാൻ സംഭവം അവൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ് എൻ്റെ അച്ഛൻ. അങ്ങനെയുള്ളൊരു പരിചയമുണ്ട്. അങ്കിളാണ് എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ഈ സ്കൂള് റെക്കമെൻഡ് ചെയ്തത്, അല്ലാണ്ട് കസിനൊന്നും അല്ല. അങ്ങനെയാണോ? ഓക്കെ ഓക്കെ, എന്നാൽ പിന്നെ ശരിയാടാ, നമുക്ക് പിന്നെ കാണാവേ. എന്തായി, അവൾ വിൽസൻ്റെ കസിനല്ലേ? ഇല്ലടാ, വിൽസൻ്റെ കസിനൊന്നും അല്ല. എനിക്ക് അപ്പോഴേ തോന്നി. സംഭവം അവൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ് ഇവളുടെ അച്ഛൻ, അങ്ങനെ റെക്കമെൻഡ് ചെയ്ത് അവൾ ഈ സ്കൂളിൽ വന്നത്. ഓ അങ്ങനെയാണല്ലേ. അപ്പോൾ ആ കൃഷ്ണ തെറ്റിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ വെറുതെ ഒന്ന് പറഞ്ഞായിരിക്കും. എന്തിനാവട്ടെ, അവന് തെറ്റിയതോ മറ്റോ ആയിരിക്കും. സാരമില്ല, വരട്ടെ, നമുക്ക് പറയാം. അത് പോട്ടെ. ഓക്കേടാ, എന്നാൽ പിന്നെ ശരി.
ആ പ്രിയ, എടാ എനിക്ക് നിന്റെ എക്കണോമിക്സ്, ഇംഗ്ലീഷ് പിന്നെ കമ്പ്യൂട്ടർ ഇത് ഇത്രയും ഒന്ന് തരണേ. എനിക്ക് നോട്ടിൻ്റെ കോപ്പി എടുക്കാനായിരുന്നു. അതിനിപ്പോൾ എന്നാണ്, തരാമല്ലോ, താൻ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. പ്രിയ ഒന്ന് തന്നെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ അതിനാടാ, ഇപ്പോൾ വരാം. ആ അപ്പോൾ നമ്മളെന്താ പറഞ്ഞിരുന്ന, ദിയ നീ ഒരു കാര്യം ചെയ്യ്, ക്ലാസ് കഴിയാറാവുമല്ലോ, അപ്പോൾ എൻ്റെ അടുത്തൊന്ന് വന്ന് പറയണേ. ഞാൻ മറന്നു പോയില്ലെങ്കിൽ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി, ഞാൻ എടുത്ത് തരാവേ. ഓ അതിനെന്നാടാ, ഞാൻ ലാസ്റ്റ് പീരീഡ് ഓർമ്മിപ്പിക്കാം. അപ്പോൾ എനിക്ക് എടുത്ത് തന്നാൽ മതി. ഞാൻ നാളെ കൊണ്ടുവന്ന് തരാവേ. ഞാൻ നോക്കട്ടെ, കോപ്പി എടുത്ത് തീർന്നു കഴിഞ്ഞാൽ നാളെ തന്നെ തരാം. അല്ലെങ്കിൽ ക്ലാസ് ഉണ്ടല്ലോ, ഞാൻ തരാവേ. എന്നാൽ പിന്നെ താൻ ചെന്നു, രേഷ്മ വിളിക്കുമല്ലേ. എന്നതാടാ കാര്യം, എന്താ വിളിച്ചേ? എടാ അതെനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അതിനെന്നാടാ, പറഞ്ഞോ. അത് അപ്പോൾ മിസ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. എനിക്കറിയാം ഷോർട്ടാണ്, ഞാൻ ഓൾറെഡി അതിൻ്റെ റീസൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് ക്ഷമിച്ചേക്കണം. അപ്പോൾ ഇതൊരാളെല്ലാം ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു, ഇനി ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രേഷ്മ എന്താ പറയാൻ വന്നതെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ അറിയാം. അപ്പോൾ അതുവരെ കാത്തിരുന്നു. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. കംസാമിനിദ.